എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ലോകത്തിലെ ഏറ്റവും വലിയ എയർലൈൻ കമ്പനികളിൽ ഒന്നായ എമിറേറ്റ്സ് എയർലൈൻസിലേക്ക് നിരവധി അവസരങ്ങൾ വന്നിട്ടുണ്ട്. ഏകദേശം 130ഓളം ജോബ് വേക്കൻസികളാണ് ഇപ്പോൾ എമിറേറ്റ്സ് എയർലൈൻസിൽ പുതുതായിട്ട് ഓപ്പൺ ആയിട്ടുള്ളത് അല്ലെങ്കിൽ ഒഴിവായിട്ടുള്ളത്. 130ഓളം പേർക്ക് ജോലി അവസരമുണ്ട്. ഈ ഒരു ജോലികളെക്കുറിച്ചാണ് അല്ലെങ്കിൽ എന്തൊക്കെ വേക്കൻസികളാണ് വന്നിട്ടുള്ളത്, അതിലേക്ക് എങ്ങനെ അപേക്ഷിക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഇതുപോലെയുള്ള തൊഴിലവസരങ്ങൾ അറിയുവാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത്. നമുക്ക് നോക്കാം. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ എയർലൈൻ കമ്പനികളിൽ ഒന്നും ഏറ്റവും വലിയ ഗ്ലാമറസ് കമ്പനികളിൽ ഒന്നുമായിട്ടുള്ള എമിറേറ്റ്സ് എയർലൈൻസിലേക്ക് വന്നിട്ടുള്ള തൊഴിൽ അവസരങ്ങൾ എന്തൊക്കെയാണെന്ന്. ആദ്യം നമുക്ക് എമിറേറ്റ്സ് എയർലൈൻസിലേക്ക് വന്നിട്ടുള്ള വേക്കൻസികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫ്ലൈറ്റ് ഇൻസ്ട്രക്ടർ, ക്യാബിൻ ക്രൂ, ഫസ്റ്റ് ഓഫീസർ, എയർബസ് ഡയറക്റ്റ് എൻട്രി ക്യാപ്റ്റൻ, ആക്സലേറ്റഡ് കമാൻഡ്, ലൈസൻസഡ് എയർക്രാഫ്റ്റ് എഞ്ചിനീയർ, അഡ്മിനിസ്ട്രേറ്റർ, സോഷ്യൽ മീഡിയ സ്പെഷ്യലിസ്റ്റ്, IT പോർട്ട്ഫോളിയോ ലീഡ്, എയർക്രാഫ്റ്റ് ലീഡിംഗ് സൂപ്പർവൈസർ, സ്കൈവേഡ് കൊമേഴ്ഷ്യൽ മാനേജർ, ടാക്സേഷൻ ആൻഡ് ട്രാൻസ്ഫർ പ്രൈസിംഗ് മാനേജർ, പ്രൊജക്ട് ഓഫീസർ, ട്രാൻസ്പോർട്ട് കോർഡിനേറ്റർ, എയർക്രാഫ്റ്റ് എഞ്ചിനീയർ, എയർപോർട്ട് സർവീസ് ഏജന്റ്, മെയിൻ്റനൻസ് കോർഡിനേറ്റർ, കസ്റ്റമർ സെയിൽസ് ആൻഡ് സർവീസ് ഏജന്റ്, സീനിയർ സെയിൽസ് സപ്പോർട്ട് അസിസ്റ്റന്റ്, ടെക്നോളജി കോൺട്രാക്ട് സ്പെഷ്യലിസ്റ്റ്, വൈസ് പ്രസിഡന്റ് എമിറേറ്റ്സ് എഞ്ചിൻ മെയിൻ്റനൻസ് സെന്റർ, ജൂനിയർ അഡ്മിൻ അസിസ്റ്റന്റ്, എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ് എഞ്ചിനീയർ, ലൈസൻസ് സ്കോളർഷിപ്പ് പ്രോഗ്രാമർ, റിക്രൂട്ട്മെന്റ് പാർട്ണർ, എയർപോർട്ട് സർവീസ് ഏജന്റ്, സീനിയർ കസ്റ്റമർ സെയിൽസ് ആൻഡ് സർവീസ് ഏജന്റ്, ടെക്നിക്കൽ പ്രൊഡക്റ്റ് ഓണർ, സെയിൽസ് ഓഫീസർ, സെയിൽസ് എക്സിക്യൂട്ടീവ്, മാനേജർ റവന്യൂ ഒപ്റ്റിമൈസേഷൻ, സെക്യൂരിറ്റി കോർഡിനേറ്റർ, സീനിയർ എയർപോർട്ട് സർവീസ് ഏജന്റ്, ക്വാളിറ്റി സ്പെഷ്യലിസ്റ്റ്, സീനിയർ എയർപോർട്ട് സർവീസ് ഏജന്റ്, കസ്റ്റമർ സർവീസ് ഏജന്റ്, ഫിനാൻസ് ടീം ലീഡർ, കൊമേഴ്ഷ്യൽ മാനേജർ, എയർപോർട്ട് സർവീസ് ഏജന്റ്, സീനിയർ എയർപോർട്ട് സർവീസ് ഏജന്റ്, ഫിനാൻസ് സൂപ്പർവൈസർ, കസ്റ്റമർ അഫയേഴ്സ് ഓഫീസർ, സെക്യൂരിറ്റി മാനേജർ, സോഷ്യൽ മീഡിയ കമ്മ്യൂണിറ്റി എക്സിക്യൂട്ടീവ്, ഹെഡ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ്, എയർപോർട്ട് സർവീസ് ഓഫീസർ, സൂപ്പർവൈസർ എയർപോർട്ട് സർവീസസ്, ഇ-കൊമേഴ്സ് എക്സിക്യൂട്ടീവ്, സെയിൽസ് എക്സിക്യൂട്ടീവ്, മാനേജിംഗ് ഡയറക്ടർ ഗ്ലോബൽ ഗ്രൗണ്ട് സപ്പോർട്ട് എക്യുപ്മെന്റ് ലാസ്റ്റിംഗ് ആൻഡ് ടെക്നിക്കൽ സർവീസസ്, കോർപ്പറേറ്റ് സെയിൽസ് മാനേജർ, മാനേജർ കാർഗോ ഓപ്പറേഷൻസ്, വൈസ് പ്രസിഡന്റ് പാസഞ്ചർ സെയിൽസ് റീജിയണൽ ക്ലസ്റ്റേഴ്സ്, IT ഓപ്പറേഷൻസ് ആൻഡ് സപ്പോർട്ട് എഞ്ചിനീയർ, മാനേജർ ഡാറ്റ ആൻഡ് അനലിറ്റിക്സ് പ്രൊഡക്റ്റ്, സീനിയർ എയർപോർട്ട് സർവീസ് ഏജന്റ്, ടെക്നിക്കൽ പ്രൊഡക്റ്റ് ഓണർ, സീനിയർ ടെക്നിക്കൽ എഞ്ചിനീയർ, എയർപോർട്ട് സർവീസ് മാനേജർ, സീനിയർ ഗ്രാഫിക് ഡിസൈനർ, സീനിയർ കാർഗോ അസിസ്റ്റന്റ്, സീനിയർ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ, സൈബർ സെക്യൂരിറ്റി ചേഞ്ച് അഡോപ്ഷൻ മാനേജർ, സീനിയർ ടെക്നിക്കൽ എഞ്ചിനീയർ, കസ്റ്റമർ അഫയേഴ്സ് ഓഫീസർ, എഞ്ചിനീയറിംഗ് റിപ്പയർസ് കോർഡിനേറ്റർ, എയർപോർട്ട് സർവീസ് ഏജന്റ്, ജൂനിയർ എഞ്ചിനീയറിംഗ് മെയിൻ്റനൻസ് അസിസ്റ്റന്റ്, പ്രിൻസിപ്പൽ സൊല്യൂഷൻസ് ആർക്കിടെക്ട്, സീനിയർ സെയിൽസ് സപ്പോർട്ട് അസിസ്റ്റന്റ്, പ്രൊഡക്റ്റ് വർക്ക്ഷോപ്പ് ടെക്നീഷ്യൻ, വർക്ക്ഷോപ്പ് മെയിൻ്റനൻസ് എഞ്ചിനീയർ, വർക്ക്ഷോപ്പ് മെയിൻ്റനൻസ് എഞ്ചിനീയർ ജൂനിയർ, സീനിയർ സെയിൽസ് എക്സിക്യൂട്ടീവ്, സെയിൽസ് കോർഡിനേറ്റർ, കോർപ്പറേറ്റ് സെയിൽസ് മാനേജർ, കസ്റ്റമർ സെയിൽസ് ആൻഡ് സർവീസ് ഏജന്റ്, സീനിയർ കാർഗോ ഏജന്റ്, കാർഗോ മാനേജർ, കസ്റ്റമർ സെയിൽസ് ആൻഡ് സർവീസ് ഏജന്റ്, സീനിയർ ടെക്നിക്കൽ എഞ്ചിനീയർ, പ്രിൻസിപ്പൽ ക്വാളിറ്റി അഷുറൻസ് എഞ്ചിനീയർ, സീനിയർ പെർഫോമൻസ് എഞ്ചിനീയർ, സീനിയർ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ, ഫ്ലൈയിങ് ഇൻസ്ട്രക്ടർ, സ്പോൺസർഷിപ്പ് ആൻഡ് ഇവൻറ്റ്സ് ടിക്കറ്റിംഗ് സ്പെഷ്യലിസ്റ്റ്, സീനിയർ ക്വാളിറ്റി അഷുറൻസ് എഞ്ചിനീയർ, ലീഡ് ക്വാളിറ്റി അഷുറൻസ് എഞ്ചിനീയർ, കസ്റ്റമർ സർവീസ് അസിസ്റ്റന്റ്, സീനിയർ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ, സീനിയർ ടെക്നിക്കൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ, ലീഡ് എയർക്രാഫ്റ്റ് മെക്കാനിക്, സീനിയർ ടെക്നിക്കൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ, സിന്തറ്റിക് ഫ്ലൈറ്റ് എക്സാമിനർ, സിന്തറ്റിക് ഫ്ലൈറ്റ് ഇൻസ്ട്രക്ടർ, സെക്യൂരിറ്റി കോർഡിനേറ്റർ, ഔട്ട് സ്റ്റേഷൻ ഗ്രാജുവേറ്റ് ട്രെയിനിംഗ് പ്രോഗ്രാമർ, എയർക്രാഫ്റ്റ് ട്രെയിനിംഗ്, ക്യാബിൻ സർവീസ് ഏജന്റ്, കസ്റ്റമർ സർവീസ് റോൾസ്, നാഷണൽ കാഡറ്റ് പൈലറ്റ് പ്രോഗ്രാമർ. ഇത്രയും വേക്കൻസികളാണ് എമിറേറ്റ്സ് എയർലൈൻസിലേക്ക് വന്നിട്ടുള്ളത്. ഇനി ഏതൊക്കെ രാജ്യങ്ങളിലേക്കാണ് എമിറേറ്റ്സ് എയർലൈൻസിലേക്ക് ജോലിക്കാരെ ആവശ്യമുള്ളത് നമുക്ക് നോക്കാം. UAE-യിലേക്കും, അതേപോലെ ഓസ്ട്രേലിയ, സിംഗപ്പൂർ, ഇന്ത്യ, USA, ജപ്പാൻ, കാനഡ, തായ്ലാൻഡ്, UK, ചൈന, നെതർലാൻഡ്, തായ്വാൻ, സൗദി അറേബ്യ, ബ്രസീൽ, ശ്രീലങ്ക, ഇറാഖ്, മൊറാക്കോ, ഇറാൻ, പാകിസ്ഥാൻ, സെനഗൽ, സൗത്ത് ആഫ്രിക്ക എന്നീ രാജ്യങ്ങളിലേക്കാണ് എമിറേറ്റ്സ് എയർലൈൻസിലേക്ക് നിലവിൽ ജോലിക്കാരെ ആവശ്യമുള്ളത്.
എല്ലാ വേക്കൻസികളിലേക്കും തന്നെ എക്സ്പീരിയൻസ് ഉള്ളവരെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ. ഇനി നമുക്ക് ഇതിലേക്ക് എങ്ങനെ അപേക്ഷിക്കാം എന്നുള്ളത് നോക്കാം. ഇതിലേക്ക് തീർച്ചയായിട്ടും ഇൻ്റർവ്യൂ ഉണ്ടാവും. നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് കമ്പനിയിലേക്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ ഡോക്യുമെൻറ്റ് സെലക്ഷനിൽ നിങ്ങൾ പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും. ആ ഒരു ഇൻ്റർവ്യൂ സമയത്തായിരിക്കും സാലറി ഉൾപ്പെടെയുള്ള ബാക്കി ഡീറ്റെയിൽസ് പറയുക. അപ്പോൾ ഇതിലേക്ക് എങ്ങനെ അപേക്ഷിക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം. ഈ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും വേക്കൻസിയിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ, യോഗ്യതയുണ്ടെങ്കിൽ, നമ്മൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ലിങ്ക് നൽകിയിട്ടുണ്ട്. ആ ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് UAE എമിറേറ്റ്സ് എയർലൈൻസിൻ്റെ ഒഫീഷ്യൽ സൈറ്റിലായിരിക്കും പോകാൻ കഴിയുക. അവിടെ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ഏത് വേക്കൻസിയിലാണോ നിങ്ങൾക്ക് താല്പര്യം അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് യോഗ്യത ഉള്ളത് അതിന് മുകളിലായിട്ടൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിന് മുകളിലായിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ആ ഒരു ജോബിൻ്റെ പർപ്പസ്, ക്വാളിഫിക്കേഷൻ ആൻഡ് എക്സ്പീരിയൻസ് കാര്യങ്ങൾ, സാലറി ആൻഡ് ബെനിഫിറ്റ്സ് കാര്യങ്ങളെല്ലാം തന്നെ കാണുന്നതായിരിക്കും. അതെല്ലാം നിങ്ങൾ വായിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, ഓക്കെ ആണെങ്കിൽ അവിടെ നിങ്ങൾക്ക് രജിസ്റ്റർ എന്നൊരു ഓപ്ഷൻ കാണുന്നതാണ്. ആ ഒരു രജിസ്റ്റർ എന്നൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ ഇതിന് മുന്നേ ഈ ഒരു എമിറേറ്റ്സ് എയർലൈൻസിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡും കൊടുത്താൽ മാത്രം മതി. അല്ല, നിങ്ങൾ ആദ്യമായിട്ടാണ് ആ ഒരു സൈറ്റ് സന്ദർശിക്കുന്നത് അല്ലെങ്കിൽ എമിറേറ്റ്സ് എയർലൈൻസിലേക്ക് ആദ്യമായിട്ടാണ് ജോലിക്ക് വേണ്ടിയിട്ട് അപേക്ഷിക്കുന്നതെങ്കിൽ അവിടെ ന്യൂ യൂസർ എന്നൊരു ഓപ്ഷൻ കാണും. അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡും റീഎൻ്റർ പാസ്വേഡും ഇമെയിൽ അഡ്രസ്സും കൊടുക്കാനുള്ള ഓപ്ഷൻ കാണും. അത് കൊടുത്ത ശേഷം രജിസ്റ്റർ എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഒഫീഷ്യലി എമിറേറ്റ്സ് എയർലൈൻസിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. ഫ്രീ ആയിട്ട് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാം. അവിടെ നിങ്ങൾക്കൊരു ഫോം ഫില്ല് ചെയ്യാനുണ്ടാകും. ഒരു ഓൺലൈൻ ഫോമാണ്. അത് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി ഫില്ല് ചെയ്യുക. വ്യക്തമായിട്ട് കൃത്യതയോടെ ഫിൽ ചെയ്യുക. ശേഷം നിങ്ങളുടെ CV സബ്മിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവിടെ നിങ്ങൾക്ക് കാണാം. അവിടെ നിങ്ങൾ സബ്മിറ്റ് ചെയ്ത ശേഷം താഴെയായിട്ട് ക്യാൻസൽ, സബ്മിറ്റ് എന്ന് 2 ഓപ്ഷൻ കാണാം. അവിടെ സബ്മിറ്റ് എന്ന് കൊടുക്കുക. ഇത്ര മാത്രമേ ഈ എമിറേറ്റ്സ് എയർലൈൻസിലേക്ക് ജോലിക്ക് വേണ്ടിയിട്ട് അപേക്ഷിക്കേണ്ടതായിട്ടുള്ളൂ. ഒരു മാസത്തിനുള്ളിൽ നിങ്ങളുടെ ഡോക്യുമെൻറ്റ് സെലക്ഷൻ 1 മാസം മുതൽ 1.5 മാസം വരെയാണ് ഈ എമിറേറ്റ്സ് എയർലൈൻസിലേക്ക് സ്വാഭാവികമായിട്ട് എടുക്കാറുള്ളത്. 1.5 മാസത്തിനുള്ളിൽ നിങ്ങളുടെ ഈ ഡോക്യുമെൻറ്റ് സെലക്ഷനിൽ നിങ്ങൾ പാസ്സായിട്ടുണ്ടെങ്കിൽ അവരുടെ ഭാഗത്തു നിന്ന് കോൾ വരുന്നതായിരിക്കും, അല്ലെങ്കിൽ ഇമെയിൽ IDയിൽ നിങ്ങൾക്ക് മെസ്സേജ് വരുന്നതായിരിക്കും. അപ്പോൾ അപേക്ഷിക്കുന്നവർക്ക്, യോഗ്യതയുള്ള താല്പര്യമുള്ള അപേക്ഷിക്കുന്നവർക്ക് ജോലി കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇതുപോലെയുള്ള കൂടുതൽ തൊഴിൽ അവസരങ്ങൾ അറിയുവാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.